നമ്മൾ ചെയ്യാൻ പോലെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളുടെ ടൈറ്റാനബോയും വാസുകി ഇൻഡിക്കസും പിന്നെ ദ റെറ്റിക്കുലർ പൈത്തോണും ഇത് രണ്ടും ഒരേ പാമ്പാണെന്നാണ് നോക്കാൻ പോലെ. നമ്മുടെ ടൈറ്റാനബോയിന്റെ ഫീറ്റും തടിയെന്നും പറയണത് അത് ഏകദേശം ഒരു എന്താ 115 ഫീറ്റ്സ് എങ്ങോട്ടാണ് നമ്മുടെ അനാക്കോണ്ടയ്ക്ക്. പിന്നെ റെറ്റിക്കുലർ പൈത്തോൺ ആണെങ്കിൽ നമ്മുടെ ടൈറ്റാനബോയ്ക്ക് റെറ്റിക്കുലർ പൈത്തോൺ ഏകദേശം നമ്മുടെ സാധാരണ അനാക്കോണ്ട എന്ന് വെച്ചാൽ 6 ഫീറ്റ്സ് കാണത്തുള്ളൂ. ഇതിന് 7 ഫീറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വാസുകി ഇൻഡിക്കസ് എന്നാണെങ്കിൽ വെറും 50 അടിയേ ഉള്ളൂ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 3 പാമ്പും ഇര പിടിക്കുന്ന രീതി ഒന്നാണ്. നമ്മുടെ റെറ്റിക്കുലർ പൈത്തോണും വാസുകി ഇൻഡിക്കസും ഇടയിൽ നമുക്ക് വാസുകി ഇൻഡിക്കസിന്റെ VI എന്ന് വിളിക്കാം. അപ്പോൾ VIയും പിന്നെ നമ്മുടെ ടൈറ്റാനബോയും ഇര പിടിക്കുന്ന രീതി ഒന്നാണ്. ഈ 3 പാമ്പുകൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണവും മുതലാണ്. കൂടെ തന്നെ ഇവരെന്താ നമ്മുടെ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ചുറ്റി വരങ്ങി വിറുക്കി കൊന്നിട്ട് അതിൻ്റെ എല്ലാം പൊടിച്ച് പപ്പടം പോലെ ആക്കിയിട്ട് മിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം സയൻറ്റിസ്റ്റുമാർ പറയുന്നുമുണ്ട് നമ്മുടെ വാസുകി ഇൻഡിക്കസ് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ എങ്ങോട്ടോ എരിഞ്ഞ് പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് നമുക്കൊരു ഗ്രാഫിക്സിൽ വിട്ടിട്ടില്ല കേട്ടോ. എങ്ങോട്ടോ എരിഞ്ഞ് പോയിട്ടുണ്ടെന്ന്. ആ സ്ഥലം എവിടെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിട്ടും അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം ആ സ്ഥലം ചിലപ്പോൾ നമ്മുടെ ടൈറ്റാനബോയിൻ്റെ ഏരിയയിലേക്ക് ഇട്ടിരിക്കും. അതായത് ഈ നമ്മുടെ വാസുകി ഇൻഡിക്കസ് തന്നെ ഒരുപാട് പെരുകി അവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വാസുകി ഇൻഡിക്കസ് പതുക്കെ രൂപമാറ്റം വന്ന് നമ്മളിപ്പം കാണുന്ന ടൈറ്റാനബോയായി. പിന്നെ ചിലപ്പം 50% ചാൻസ് പിന്നെ ഈ ടൈറ്റാനബോ ഇതിങ്ങനെ വന്ന് ഈ റെറ്റിക്കുലർ പൈത്തോണും ആകാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഇവർക്ക് 3 പേർക്കും 3 പേരെന്ന് പറയാൻ പറ്റത്തില്ല. ഇവർക്ക് 2 പേർക്കും, അതായത് വാസുകിക്കും നമ്മുടെ ടൈറ്റാനബോയ്ക്കും ഈ വെള്ളത്തിലാണ് കൂടുതൽ ജീവിക്കുന്നത്. നമ്മുടെ റെറ്റിക്കുലർ പൈത്തോൺ അങ്ങനെയല്ല. റെറ്റിക്കുലർ പൈത്തോൺ എന്ന് വെച്ചാൽ ഇവർക്ക് വെള്ളത്തിൽ ജീവിച്ചാൽ ഇപ്പം ഇവരാണല്ലോ ഇപ്പം നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഒരു പാമ്പ്. ഇപ്പം ഇവർ അനാക്കോണ്ടയോട് വെള്ളത്തിലടി ഉണ്ടാക്കുവാണെങ്കിൽ ഇവർ ജയിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ കൂടുതൽ ചതിപ്പും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കും. പക്ഷെ എന്നാലും കൂടുതൽ താമസിക്കുന്നത് വെള്ളത്തിലാണ്, കരയിലാണ്. അതുകൊണ്ട് അതൊരു പോയിന്റ് ഇല്ലാത്തതാണ്. അപ്പം പിന്നെ ഇവർക്ക് നമ്മുടെ എന്തായിരുന്നു റെറ്റിക്കുലർ പൈത്തോൺ ഇവിടെ താമസിക്കും വേണ്ട. ഇപ്പം നമ്മുടെ ചതിപ്പൊക്കെ ഇല്ല, അവിടെയാണ് ഈ 3ഉം മെയിനായിട്ട് താമസിക്കാറുള്ളത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ് ഈ നമ്മുടെ വാസുകി ഇൻഡിക്കസിനെ കുറിച്ച് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ വാസുകി ഇൻഡിക്കസ് മരിച്ച അവിടെ തന്നെ നമുക്ക് ഒരു നീലത്തിമിംഗലത്തിൻ്റെയും പിന്നെ ഒരു മുതലേൻ്റെയും പിന്നെ വേറെ കുറച്ച് മൃഗങ്ങളുടെയും ഫോസിൽസ് കിട്ടി. ഈ പാമ്പ് ഇപ്പം വാസുകി ഇൻഡിക്കസ് എന്ന് പേര് വരാനുള്ള കാരണം ഇത് നമ്മുടെ ഇന്ത്യയിലാണ് കണ്ടുപിടിച്ചത്. ഇന്ത്യ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു വയസ്സുള്ള കാര്യം പറയില്ല. ഇന്ത്യ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം നല്ല ഇതായിട്ട് വരുന്ന ഇന്ത്യയാണ്. പിന്നെ പെട്ടെന്ന് പറയുകയാണ് ഈ വാസുകി ഇൻഡിക്കസ് ശിവൻ്റെ അടുത്ത് വരുന്ന പാമ്പാണ്. എൻ്റെ പൊന്നയുടെ ആ കൊച്ചു ജീവൻ എന്താ നമ്മുടെ മനുഷ്യൻ്റെ എങ്ങാണ്ടേ ഉള്ളൂ ഈ ശിവനായിട്ട്. ഈ ദൈവം പറയുന്നതന്നെ ഞാൻ ശിവൻ്റെ ഒന്നുമല്ല, പക്ഷെ ബൈബിളിൽ പറയുന്നതനുസരിച്ച്. ബൈബിളല്ല ഫേക്ക്, ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പം അതനുസരിച്ച് നോക്കുവാണെങ്കിൽ എന്ത് ഇത് ഫേക്ക് അല്ലേ? നമുക്ക് അടുത്തൊരു വീഡിയോ കിട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ വാസുകി ഇൻഡിക്കസിന് ഈ ടൈറ്റാനബോയിൻ്റെയും കാലത്ത് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കാണുന്ന റെറ്റിക്കുലർ പൈത്തോൺ തന്നെ ഇങ്ങനെ ഈ വലിയ കഠിനമായ ചൂട് കാരണം സൈസ് കൂടി പോകാനായിട്ടും സാധ്യതയുണ്ട്. കൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റെറ്റിക്കുലർ പൈത്തോണിന്റെ ഇവരുടെയും സ്കിൻ കളർ ഒരേപോലെ ആയിട്ടാണ്. പിന്നെ ടൈറ്റാനബോ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എണ്ണമില്ലേ. ഇപ്പം ഒരു ക്ലൂ വരുവാണെങ്കിൽ നമ്മുടെ അനാക്കോണ്ട, എനിക്ക് പൈത്തോണിന്റെ അറിയത്തില്ല. ഞാൻ ഇന്നലെ മ്യൂസിയത്തിൽ പോയിരുന്നു, അപ്പം സൂയിൽ പോയിരുന്നു. അപ്പം പൈത്തോണിന്റെ വെറൈറ്റി ആയിട്ടുള്ള രൂപം നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ എന്തായിരുന്നു അനാക്കോണ്ട തന്നെ, ഗ്രീൻ അനാക്കോണ്ട, യെല്ലോ അനാക്കോണ്ട, പിന്നെ വേറെ പല അനാക്കോണ്ടയാണ്, എനിക്ക് പേര് അറിയത്തില്ല. അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വേർഷൻസും ഉണ്ട്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റാനബോയും ഈ വാസുകി ഇൻഡിക്കസും ഈ പൈത്തോണിന്റെ വർഗത്തിൽപ്പെടുന്ന തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാമ്പായിരിക്കും. കാരണം വെച്ചാൽ ഇവരുടെ
ഇഷ്ടം എല്ലാം ഒരുതുപോലെയാണ്. കൂടെ തന്നെ സയൻറ്റിസ്റ്റുമാർ പറയുന്ന പോലെ അനുസരിച്ച് നമ്മുടെ വാസുകി ഇൻഡിക്കസിൻ്റെ എന്താ ഇഷ്ട ഭക്ഷണം എന്ന് വെച്ചാൽ ഇത് ഒരു നമുക്കറിയത്തില്ല. ഇപ്പം എൻ്റെ ഇഷ്ട ഭക്ഷണം എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളത് റീസെർച്ച് ചെയ്ത് സയൻറ്റിസ്റ്റുമാർ പറയുന്നത് മുതലയാണെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഈ വാസുകി ഇൻഡിക്കസിൻ്റെ അടുത്ത് തന്നെ മുതലയും പാമ്പും കാണുമായിരുന്നു. പിന്നെ നമുക്കിനി നമ്മൾ വാസുകി ഇൻഡിക്കസിനെ കുറിച്ച് കുറേ പറഞ്ഞു. ഇനി നമുക്ക് ടൈറ്റാനബോയെ കുറിച്ച് പറയാം. നമ്മുടെ ടൈറ്റാനബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ രാക്ഷസ പാമ്പായിരുന്നു. അതായത് നമ്മുടെ വാസുകി ഇൻഡിക്കസിനേക്കാളും പൊക്കം കൂടുതലായി ടൈറ്റാനബോയ്ക്ക്. ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ വാസുകി ഇൻഡിക്കസിന് ഏകദേശം ഒരു 50 അടി നീളവും തടിയൊക്കെ ഉള്ളൂ. എന്നാൽ നമ്മുടെ ടൈറ്റാനബോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ഏകദേശം ഒരു 150 അടി നീളമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റാനബോയും ഇതിന് കഴിഞ്ഞിട്ട് നമ്മൾ കടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും പറയാം. ഇവരിങ്ങനെ പറയുന്നതനുസരിച്ച് നമുക്ക് some of the chance the Titanoboa and Vasuki Indicus was same. കൂടെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാത്തൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ടൈറ്റാനബോവ ചിലപ്പം അനാക്കോണ്ട ആകാനും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ടൈറ്റാനബോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഈ മുതലയും പിന്നെ കൂടുതൽ ഇഷ്ടമുള്ളത് താമസിക്കാൻ ചതുപ്പും ഒക്കെയാണ്. പിന്നെ ടൈറ്റാനബോയ്ക്ക് മറ്റുള്ള പാമ്പുകളെ ഉപേക്ഷിച്ച് മരം കയറാൻ കഴിയും. നമ്മുടെ വാസുകി ഇൻഡിക്കസിനെ അറിയാലോ, അതിന് മരം കയറാൻ പറ്റില്ല. അപ്പം നമ്മുടെ ടൈറ്റാനബോ എന്ന് വെച്ചാൽ മരമൊക്കെ കയറാൻ പറ്റും. പിന്നെ ഡൈനോസസിനൊക്കെ ഒറ്റയടിക്ക് ചുറ്റി നമുക്ക് മിഴുങ്ങാനുള്ള ഒരു കഴിവുള്ളൊരു പാമ്പാണ് നമ്മുടെ ടൈറ്റാനബോവ. പിന്നെ ഇവരുടെ ഹോബിയും എല്ലാം സ്വഭാവവും എല്ലാം കറക്റ്റാണ്. ഇവർക്ക് വേറൊരു പരിപാടിയുണ്ട്. അതായത് ഇപ്പോൾ ഇവർ പിടിച്ച ഇരകൾ സം ഓഫ് ദം എന്താ ജീവനോടെ ഉണ്ടെങ്കിലും അവർ പിടിച്ച് ഞെക്കി അതിനെ കൊല വിളിച്ച് വിശക്കില്ലെങ്കിലും ഒരുമാതിരി പുലിനെ പോലെയാണ്. പുലി എന്ന് വെച്ചാൽ ഈ വിശപ്പില്ലെങ്കിലും മനുഷ്യരെ ചുമ്മാ കൊന്നുകയും. അതുപോലെ ഈ എന്താ നമ്മുടെ ഈ പാമ്പുകളെല്ലാം ഇതുപോലെയാണ്. ചുമ്മാ അവരെ ഒടിച്ച് അവിടെ ഇട്ടു വെക്കും. എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുണ്ട് ഇവരുടെ ഹോബീസ്. നമ്മളിനി വാസുകി ഇൻഡിക്കസ് അല്ലാതെ നമ്മുടെ റെറ്റിക്കുലർ പൈത്തോണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ 2 പാമ്പുകളെ കുറിച്ച് സംസാരിച്ചത് കുറേയൊക്കെ. ഈ റെറ്റിക്കുലർ പൈത്തോണാണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പാമ്പ്. ഇപ്പം കുറേ പേര് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പാമ്പ് നമ്മുടെ എന്താ അനാക്കോണ്ടയല്ലേ. എങ്ങനെയാണ് റെറ്റിക്കുലർ പൈത്തോൺ ആയത്? അതൊക്കെ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. വിശദമായിട്ട് പറഞ്ഞുതരാമെന്ന് വെച്ചാൽ ഈ അനാക്കോണ്ടയ്ക്ക് തടിയും പിന്നെ മസിൽസും ഇല്ലേ, അത് നമ്മുടെ റെറ്റിക്കുലർ പൈത്തോണിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് സം ഓഫ് ചാൻസ് ഇവരിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മുടെ വാസുകി ഒരു പൂർണ്ണ വളർച്ച എത്തിയ അനാക്കോണ്ട, അതായത് ദ ഗ്രീൻ അനാക്കോണ്ട എന്ന് പറഞ്ഞാൽ പോലും 6 ഫീറ്റ് അവർക്കുണ്ടാകത്തുള്ളൂ. എന്നാൽ ഒരു റെറ്റിക്കുലർ പൈത്തോൺ പൂർണ്ണ വളർച്ച എത്തിയ അവർക്ക് എന്താ ഏകദേശം 7 ഫീറ്റ് വരെ പൊക്കം വെക്കും. ഒരു 5 മിനിറ്റ്. ഇനി ഞാൻ പറഞ്ഞ എല്ലാം തെറ്റാണെന്ന് എഴുതിക്കോ. വാസുകി ഇൻഡിക്കസ് അല്ല ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ്. അതിന് പകരം വേറെ എന്തെങ്കിലും റെറ്റിക്കുലർ പൈത്തോണും വാസുകി ഇൻഡിക്കസും ഒന്നും സെയിം അല്ലെങ്കിൽ സം ഓഫ് ചാൻസ് കാണും. ഈ ആമസോൺ ഫോറസ്റ്റിൽ തന്നെ ഈയിടെ എങ്ങാണ്ടൊരു സയന്റിസ്റ്റുമാര് ഒരു പാമ്പിനെ കണ്ടുപിടിച്ചായിരുന്നു. അതിന്റെ പേരും ഇതൊന്നും അറിയത്തില്ല. എന്തോ ഒരു പാമ്പാണ് അത്. നമ്മൾ അടുത്ത കൂടി വിശദമായിട്ട് പറയാനായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ആക്കിയാലൊന്നും നോക്കിയുണ്ട്. പക്ഷേ പറയാം ബാക്കി. നമ്മൾ അവിടെ വരുന്ന പറഞ്ഞത് നമ്മുടെ വാസുകി ഇൻഡിക്കസും ചിലപ്പം ടൈറ്റാനബോയും ഒക്കെ ചിലപ്പം ആമസോൺ ഫോറസ്റ്റിൻ്റെ അകത്ത് കാണാമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അറിയാനെ സ്നേക്ക് ഐലൻഡ്, അതായത് പാമ്പുകളുടെ ദ്വീപിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം പാമ്പുകളുടെ ദ്വീപിൽ ആരും അധികമായിട്ട് അങ്ങനെ പോകാറില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, അവിടെ ഫുൾ ഓഫ് സ്നേക്സ്. അവിടെ പോയ ആരും ഇതുവരെയിട്ട് തിരിച്ചു വന്നിട്ടുമില്ല. കുറേ പേരൊക്കെ അവിടെ പോയിട്ട് പെട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ, അവിടെ വല്ലതും നമ്മുടെ വാസുകി ഇൻഡിക്കസ് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലാതെ ഇല്ല. കാരണം വെച്ചാൽ
കാണുമായിരിക്കും ചിലപ്പം. കാരണം അവിടെ ടൈറ്റൻ ബോയിനെക്കാളും ടൈറ്റൻ ബോയില്ല എന്തായിരുന്നു നമ്മുടെ റെറ്റിക്കുലർ പൈത്തോണിനെ അനാക്കോണിനേക്കാളും ഒക്കെ വലിയ പാമ്പുകളെ കണ്ടുപിടിച്ചു. അതിന് വേറെ തരത്തിലുള്ള റെറ്റിക്കുലർ പൈത്തോണാണെന്നും ശ്രമിച്ചുകൊണ്ട്. റെറ്റിക്കുലർ പൈത്തോൺ അല്ല മലമ്പാമ്പ് വേണമെങ്കിൽ പറയാം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം മലമ്പാമ്പ് ആകാനും സാധിച്ചിട്ടുണ്ട്. ഇതും രണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ വേറെ സ്ഥലങ്ങളില്ലേ, ഈ ചൂട് കൂടിയ സ്ഥലങ്ങൾ, ഈ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയ സ്ഥലത്തായിരുന്നു നമ്മുടെ ടൈറ്റൻ ബോയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം സൂര്യൻ ഒരു അവസാനിക്കാത്ത സ്ഥലമില്ലേ, നമ്മളൊക്കെ പോയ വറ്റി ഉണങ്ങി നശിച്ചു പോനാ ആ സ്ഥലത്തൊക്കെ നമ്മുടെ ടൈറ്റൻ ബോ കാണുമായിരിക്കും, വാസുകി ഇൻഡിക്കസും. പക്ഷെ ഞാനിപ്പം പറഞ്ഞതുപോലെ ഇപ്പോൾ വാസുകി ഇൻഡിക്കസിനും ടൈറ്റൻ ബോയ്ക്കും 50 അടി 150 അടി ഫീറ്റ് ഒന്നും കാണത്തില്ല. കുറഞ്ഞ ഒരു 7-8 അടി ഫീറ്റ് കാണും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും താപനില കുറഞ്ഞിട്ടുണ്ട്. അന്നത്തെ താപനില എന്ന് വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ പോയാൽ ചിക്കൻ ഫ്രൈ ആയിട്ട് കിട്ടും. അനാക്കോണ്ടയ്ക്കൊക്കെ ഓസിക്ക് തിന്നാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിച്ചു വരുന്നത്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റൻ ബോയ് ഇല്ലേ, വാസുകി ഇൻഡിക്കസും ഇവിടെ കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ പറഞ്ഞതിന് എന്താ, ഇപ്പം നമ്മുടെ അവിടെ എല്ലാം കാണുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇതെല്ലാം തെറ്റാണെങ്കിൽ അവിടെ കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ചൂട് കൂടുതലൊക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഫീറ്റൊന്നും ദൂരമൊന്നും വലിപ്പമൊന്നും ഈ അനാക്കോണ്ടയ്ക്കൊന്നും കാണത്തില്ല. കാരണം നമ്മുടെ ഈ പാമ്പുകളെല്ലാം ചുരുങ്ങി പോകും. അന്നത്തെ താപനില എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കൊരു ചിക്കനെ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ചുമ്മാ കൊണ്ട് ഒരു തണലത്ത് വരുന്നിട്ട് ആ ചിക്കൻ ഒന്ന് എടുത്ത് ഇട്ടാൽ മതി. ആ ചിക്കൻ 2 സെക്കൻഡിനുള്ളിൽ ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ഇവിടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അപ്പം വീഡിയോനായിട്ട് ഇതുവരെയായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റാൻ പോകണം.